ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഈ ചെടികളൊക്കെ നോക്കാം. ഞാൻ എന്നും നോക്കാറുണ്ട്, യൂട്യൂബിൽ വീഡിയോ ഇടാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ രാവിലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. നല്ല ചൂടുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മണ്ണിലോട്ടങ്ങ് ഇറങ്ങി കാണിച്ചു തന്നത്. അത്ര ചൂടില്ല കേട്ടോ. ഇതിപ്പോൾ തണലത്താണ്. റെമ്പോട്ടാ, ഇതിൻ്റെ പേരിൻ്റെ റെമ്പോട്ടിയോ? റെമ്പൂട്ടാൻ വെയിലാണ് കേട്ടോ ഞാനിപ്പം. പിന്നെ ഡബ്ലോളിയുടെ അടുത്ത് വന്നു. നീണ്ടടാ ഒരു ഡബ്ലോളിക്ക് പഴുത്തിരിക്കുന്നു. നല്ല രണ്ടാട്ടോ. അവിടുന്ന് നേരെ പുളിയെടുത്ത് വന്നു. പുളിയെടുത്ത് വന്നപ്പോൾ തത്തമ്മ അവിടെ നടത്താൻ തുടങ്ങി. പിന്നെ ഞാൻ ഇവിടെ ഇപ്രാവശ്യം കിളിച്ച് വരുന്നതേ ഉള്ളൂ. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമല്ലോ. ഞാൻ രണ്ടെണ്ണം പിച്ചി കൊടുക്കട്ടെ. ഭയങ്കര സ്പീഡാട്ടോ. അത് ഞാൻ എൻ്റെ മാവ് ഹരിത എടുത്ത് വന്നു. അവിടെ കുഞ്ഞ് കുറേ കായ്കളുണ്ട് കേട്ടോ, മാവിൻ്റെ മാങ്ങ. ഇവിടെ ഒരു മാങ്ങായും നിപ്പുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒന്ന് ചുറ്റും കേട്ടാ. പിന്നെ സപ്പോട്ടയാണ്. സപ്പോട്ട പുതുമ ഉള്ള കാര്യമല്ല, എങ്കിലും പുതുമയൊക്കെ ഉണ്ട് കേട്ടോ അയാൾക്ക്. എല്ലായിടത്തും അത് പിന്നെ സീസണൊന്നും അധികം ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. സീസൺ നല്ല ഭംഗിയുണ്ടല്ലേ അത്. പിന്നെ കടലാസ്, വാഴ, ഈ ചെടികൾ, അങ്ങനെ കുറച്ച് ചെടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. മുമ്പേ കാണിച്ച ആ പൂവ് അവിടെ ഉണ്ട് കേട്ടോ, ഇവിടെയുണ്ട്. പിന്നെ കുരുമുളക് പിച്ചാൻ കയറി. ബുദ്ധിമുട്ടൊന്നുമില്ല, എങ്കിലും ഏണി കയറി ഇന്ന് പിച്ചാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കുരുമുളകിൻ്റെ അത് അടരാതെ എടുക്കണം, എന്നിട്ട് അമ്മയുടെ കൈ കൊടുക്കും. ഞാൻ ഈ പേരയ്ക്ക പിച്ചാൻ വേണ്ടി പേരയ്ക്ക കയറാൻ പോകും. ഒരു പേരയ്ക്ക അവിടെ വയ്ക്കുന്നുണ്ട്. അയ്യോടാ, അത്ര അങ്ങോട്ട് ആയിട്ടില്ല, കുറച്ചും കൂടെ ഒക്കെ ആവട്ടെ. എനിക്ക് നല്ല രസമില്ലേ ഇങ്ങനെ ഇങ്ങനല്ലേ ഇരിക്കുന്നത്. ഇങ്ങനെ ആക്കുമ്പോൾ അത് വേറൊരു കളറായി മാറുവേ. കണ്ടാ, കുറച്ച് കളർ ചെടികൾ. ഓടിൻ്റെ മണ്ടയ്ക്ക് എന്തെങ്കിലും കാ വീണു എന്ന് നോക്കും. അടയ്ക്കാമരത്തിൽ നിന്ന് അടയ്ക്കാൻ നോക്കും. പാക്ക് അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു പ്ലാത്തിക്കായോ ആ സാധനം. അവിടെ ഇവിടെ. പിന്നെ നമ്മളിങ്ങനെയൊക്കെ കറങ്ങും കേട്ടോ. ഇവിടെ ഒരു കൊലയുണ്ട് കേട്ടോ, അതൊക്കെ നോക്കി ഇങ്ങ് നടക്കും.